ഇഷ്ടപ്പെട്ടോ കളിച്ചത്? You heard that before? ഗ്ലൗസ് ഇട്ടില്ല. പേരെന്തേന്നു? ടൊറാബിക്ക. ഹലോ, എന്തൊക്കെ എല്ലാവരും വിശേഷം? അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ജോർജിയയിൽ എത്തിയിട്ടുള്ള 4ാമത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ ജോർജിയയിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. നമുക്ക് ഒരുപാട് വീഡിയോസ് ഇന്ന് വരാനുണ്ട്. അപ്പോൾ ഞാനിത് ഒറ്റ വീഡിയോ ആയിട്ട് ഇടുന്ന കാരണം ഇടുമ്പോൾ അത് ലോങ് ആയിട്ട് പോകുള്ളൂ. അത് കാരണം ഞാൻ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ടിബ്ലിസിയിൽ നമ്മൾ ഫസ്റ്റ് ഡേ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മളാണ് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടുള്ളത്. കറക്റ്റ് 8 o'clock തന്നെ നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. കാരണം ഫുഡൊന്നും ഫുള്ളായിട്ട് ഫില്ലായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല വേറെ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മെർലിൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കിന്ന് കറക്റ്റ് 9 മണിയാകുമ്പോഴത്തേന് തന്നെ പോകണം എന്നുള്ളത്. നോക്കിയേ, ഇന്ന് നമ്മൾ പോണത് ഗുദൗരി എന്ന് പറഞ്ഞ ഒരു പ്ലേസിലോട്ടാണ് കേട്ടോ. ടിബിലിസിയിൽ നിന്ന് നമുക്ക് അത്യാവശ്യം ദൂരം വരുന്നുണ്ട് അങ്ങോട്ട്. പിന്നെ ഇന്ന് ഫുള്ള് സ്നോയിലാണ് കേട്ടോ. നമുക്കിതിൽ വന്നിട്ടുള്ളത് 2 സ്നോ പ്ലേസാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു സിറ്റി ടൂറ്, പിന്നെ നമ്മളന്ന് സ്റ്റാലിൻ മ്യൂസിയം, അങ്ങനെയാണ് നമ്മൾ 4 ദിവസത്തെ പാക്കേജ് വന്നിട്ടുള്ളത്.
അതിൽ നമുക്ക് 2 ദിവസം സ്നോ വേണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ട്രക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. മെയിനായിട്ട് ഇവിടെ നിന്ന് ലോജിസ്റ്റിക്സ്, റഷ്യയുടെ ലോജിസ്റ്റിക്സിൻ്റെ പരിപാടിയെല്ലാം ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ നിന്ന് അടുത്ത സ്റ്റേഷൻ എന്ന് വെച്ചാൽ കസ്ബേഗി എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ജസ്റ്റ് ഒരു 6 കിലോമീറ്റേഴ്സേ ഉള്ളൂ. ഇവിടെ നിന്ന് ഒരു ഹാഫ് ആൻ അവേഴ്സ്, ഒരു 35-40 കിലോമീറ്ററിൻ്റെ അകത്ത് റഷ്യയാണ്, അടുത്ത ബോർഡറാണ്. റഷ്യൻ ബോർഡർ 35 കിലോമീറ്റർ ഈ കസ്ബേഗിൽ ഇല്ല ഏട്ടാ, ഗുദോവരിന്ന് അടുത്തൊരു സ്ഥലത്തിന്റെ പേരാണ് കസ്ബേഗ്. അവിടെ നിന്ന് ജസ്റ്റ് 6 കിലോമീറ്ററേ ഉള്ളൂ റഷ്യൻ ബോർഡർ. റഷ്യൻ ബോർഡർ ഡയറക്റ്റ് വരുന്നില്ല, ഫസ്റ്റ് ജോർജിയൻ ബോർഡർ, അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചിട്ട് അടുത്ത് റഷ്യ. നമുക്ക് ജോർജിയൻ ബോർഡർ വരെ പോകാനുള്ള അലൗഡാണ്. ഞാൻ കണ്ടത് ബോളുണ്ടാക്കി ഈ കാണുന്നതാണ് ജോർജിയയും റഷ്യയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് മോണ്യുമെൻറ്റ്. ഇവിടുന്ന് ഏകദേശം 35 കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ നമുക്ക് റഷ്യയിലേക്ക് പോകണമെങ്കിൽ. ഈ കാണുന്നത് ഇവിടുത്തെ എന്തോ ഒരു അത്ഭുതം തന്നെ വേണേൽ നമുക്ക് പറയാം കേട്ടോ. കാരണം മൈനസായിട്ട് എല്ലാ ഭാഗവും സ്നോ ആയിട്ട് കിടക്കുന്ന സമയത്ത് ആ കാണുന്ന കുറച്ചൊരു പോണ്ടിൽ കുറച്ച് വെള്ളം കാണില്ലേ, അത് ഒരിക്കലും ഫ്രീസ് ആവില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. അത് എന്തോ എനിക്ക് ഭയങ്കര അത്ഭുതമായി കണ്ടപ്പോൾ. Paragliding, they are discussing. Oh. As we can complete. Yala, yala. Break. No break, no. നന്നായി സ്ലിപ്പാവും. അപ്പോ ഇല്ല, അവിടെ എത്തിക്കഴിഞ്ഞ പിന്നെന്തായി?
പൊയ്ക്കട്ടെ. പൊയ്ക്കട്ടെ. എക്സ്ട്രാ ആക്ടിവിറ്റീസൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യണമെങ്കിൽ. പിന്നെ ഇത് നമ്മൾ കൂടെ നമ്മുടെ ഒരു ഗൈഡ് കൂടെ വരും. കാരണം നമുക്ക് നല്ല താഴ്ചയുള്ള കൊക്കകളൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ സൈഡിൽ. അപ്പോൾ നമുക്കറിയില്ലല്ലോ ഏത് വഴിയെ പോകാന്നുള്ളത്. അപ്പോൾ അവർ നമ്മൾ കൂടെ വരും കേട്ടോ. വലിയ സുഖമൊന്നും ഉണ്ടാവില്ല കാറി കയറി കഴിഞ്ഞാൽ. ഗ്ലൗസ് ഇട്ടില്ല. ഇഷ്ടപ്പെട്ടോ കളിച്ചത്? അങ്ങനെ സ്റ്റോപ്പ് അകൻ്റെ ഉള്ളിൽ കയറണ്ടോ? എന്തെങ്കിലും കേറില്ലേ? നമ്മുടെ അടുത്ത് വേറെ സോക്സ് ഇല്ലല്ലോ ബാഗില്. അല്ലല്ല കുഴപ്പമില്ല, അത് സീനില്ല. സോക്സിന്റെ സീനില്ല, കാല് വേനച്ചാലും സീനില്ല. ശരിക്കും നമ്മൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിയായി. നമ്മൾ ഒരിക്കലെങ്കിലും ഇതുപോലെ സ്നോ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് എന്താ പറയുക, ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ അത്. പെല്ല് നടന്ന താവില്ല. പെല്ല് നടന്ന എങ്ങനെ ഇട്ടാ പിന്നോ? ആചാരാ നിങ്ങളിങ്ങനെ നടന്നോളേ. ഇവിടെ കണ്ടില്ലേ ഇതൊക്കെ ഐസായിട്ട്. നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ പറ്റുമോ? ഇവിടെ ഒക്കെ വന്നിട്ട് എൻജോയ് ചെയ്തോളി. ഇത് കണ്ടോ? You heard that before? Hello. കാല് താന്നിട്ട് സ്പീഡ് ആവണില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അങ്ങോട്ട് പോകാൻ പറ്റും. ഭയങ്കര കുടിയാ. കാല് താവുണ്ട്. എനിക്ക് പേടിയുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങും. കൈ 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 മഹേന്ദ്ര ബാഹുബലി. എന്താ
നീ അറിഞ്ഞോ ഞാൻ പെട്ടു. സ്നോയിലൊക്കെ കളിക്കാൻ വരുമ്പോൾ നമുക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ എന്നുള്ളത്. പക്ഷേ നമ്മളിവിടെ 4 ദിവസം നിന്നിട്ട് ഇവിടുത്തെ ക്ലൈമറ്റിനോട് നമ്മൾ പൊരുത്തപ്പെട്ടത് കൊണ്ടായിരിക്കാം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം തണുപ്പ്, സ്നോയിലായാലും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളെ ഞാൻ ആദ്യം ഉള്ളിൽ 2-3 ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ പുറത്ത് ജാക്കറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഭയങ്കര സേഫ്റ്റി ആക്കിയ കാരണം അവർക്കും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് നമുക്ക് ശരിക്കും സ്നോയിൽ അത്യാവശ്യം കളിക്കാൻ നല്ല ടൈം കിട്ടിയ കാരണം അവർക്ക് അവിടുന്ന് തിരിച്ച് വരാൻ തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ സ്നോയിലെ കളികളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളിനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ബഗ്ഗി ഡ്രൈവ് ആണ് കേട്ടോ. നമ്മളിതിന് മുന്നേ ഒരു ബഗ്ഗി ഡ്രൈവിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മുടെ കൂടെ ഒരാൾ വരും. പക്ഷെ ഇന്ന് നമുക്ക് സ്വന്തമായിട്ട് അവരൊരു ബഗ്ഗി തരും. അത് നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്തിട്ട് വേണം പോകാൻ. നമ്മുടെ കൂടെ ഒരു ഗൈഡ് വരും കേട്ടോ. അത് അവർ തന്നെയാണ്, ജോർജിയക്കാർ തന്നെയാണ് നമ്മുടെ കൂടെ വരുന്നത്. പക്ഷേ അവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിംഗ് ആണ്. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് തീർത്തിട്ട് അവർ ഭയങ്കര സ്പീഡാക്കിക്കൊണ്ടിരിക്കും. മതി എന്ന് പറഞ്ഞിട്ട് ഫാസ്റ്റ് പറഞ്ഞിട്ട് ഭയങ്കര സ്പീഡാക്കിക്കൊണ്ടിരിക്കും. എനിക്കില്ല, കുഴപ്പമില്ല. ഞാനും താത്തും എടുക്കണോ? ഞാൻ എവിടെ ഹോൾഡ് ചെയ്യാം? എനിക്ക് പറ്റില്ല. അങ്ങനെ അവസാനം നമ്മൾ അവരെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതിൽ എന്തോ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഒരു പോണ്ടിൻ്റെ അതേപോലെ തന്നെ ഒരു അരുവി ഒഴുകി പോകുന്നത് കണ്ടതിൻ്റെ ആ സൈഡിലൂടെ. കാരണം 2 സൈഡിലും മഞ്ഞ് കട്ട പിടിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിങ്ങനെ വെള്ളം പോലെ ഒഴുകി പോകുന്നതെന്ന് ഭയങ്കര ഡൗട്ട് കേട്ടോ. സ്നോമാനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ. കുറേ കാലത്തെ ആഗ്രഹമാണ് രണ്ടാൾക്കും സ്നോമാൻ ഉണ്ടാക്കണം. പക്ഷെ എപ്പോഴാണ് നമ്മൾ സ്നോയിൽ എത്തിപ്പെട്ടത്. അപ്പൊ രണ്ടാൾ ആഗ്രഹം തീർത്തു കൊടുക്കുക, സ്നോമാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. സെലുവിന് ഇഷ്ടായോ? ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവർ പറഞ്ഞു കേട്ടോ, നമ്മളടുത്ത് ടൈമായി തുടങ്ങിയിട്ടുണ്ട്, വേഗം നോക്കണം എന്നുള്ളത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു സ്നോമാൻ്റെ രൂപത്തിൽ ഇവർക്ക് ആക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടിരിക്കുക കേട്ടോ. ഹൗസ് ഇല്ലാതെ ഐസ് കോരി സ്നോമാൻ ഉണ്ടാക്കി കൊടുക്കട്ടോ പാവോ. രണ്ടുപേർക്ക് 2 എണ്ണം വേണമെന്ന്. ഇത് വല്ലോ നിന്റേതാ ഇടുവാ പപ്പുണ്ടാക്കണം. كيف حالك؟ كيفك زين؟ شنو اخبارك؟ الحمد لله. من وين؟ من الامارات. انا من عمان. انت عمان؟ وين؟ ها؟ طور. Apua. ഇത് ഹെഡ്. Let's go. Okay, finish. Let's go. Okay. അപ്പോൾ കേട്ടില്ലേ നിങ്ങൾ അവർ പറയണത്. അവർ പിന്നെ അത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വണ്ടി കയറുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നീട് നമ്മൾ കാണാൻ വേണ്ടി പോയത് ഇവിടുത്തെ ഡാമാണ് കേട്ടോ.
പിന്നെ വെള്ളമൊക്കെ കെട്ടി നിർത്തിയിട്ടുള്ള ഡാമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ പോണ വഴി തന്നെ ഉള്ളതാണ്. പിന്നെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും, നല്ല അടിപൊളി സ്പോട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അവിടുത്തെ ഷോപ്പുകളാണ് ഈ വരുന്നതൊക്കെ. കുറേ ഹാറ്റും പിന്നെ ജാക്കറ്റും അങ്ങനെ ബൂട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. കുറച്ച് അധികം ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കോഫിയും കിട്ടും ഇവിടെ എന്ന് പറഞ്ഞു കേട്ടോ ഒന്നരയിൽ. അപ്പോൾ നമുക്ക് അതും ഒക്കെ കൂടി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് നിർത്തിയിട്ടുള്ളതാണ്. ശക്കാരി എർത്തി ഒരു ശക്കാരി again add പഞ്ചസാര. രണ്ട് എർത്തി then ശക്കാരി ഒരു പിന്നെ ഈ സാധനം നമുക്ക് പുറത്ത് മേടിക്കാൻ ഇതൊക്കെ പഠിക്കാൻ പറ്റില്ല. ഇല്ല അങ്ങനെ കിട്ടത്തില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ചിലപ്പോൾ കിട്ടും. ഇത് കോഫിയുടെ പേരെന്തായിരുന്നു? ടൊറാബിക്ക. ამაში შაქარი ჩამატებულია. ശക്കാരി ആണ്. შაქარი დავამატე. აქაც დავამატო? ചേട്ടാ ഒന്ന് കുടിച്ചു നോക്കിയിട്ട് പറയട്ടോ. ഇവിടെ കൊടുത്തിട്ടുള്ളത് ചേച്ചി കുടിച്ചോ. കൊള്ളാം. മധുരം കുറച്ച് നോക്കാം. then one more. Yeah. Which sugar? ഒരു შაქარი ჩავყარე უკვე. ერთი ശക്കാരി. უკვე ორი ჩავყარე. One spoon. Okay. ഒരു കുഴപ്പമില്ല. മധുരം അതിലാണ് വരുന്നത്. ജോർജിയയിൽ വന്നിട്ട് ഈ കോഫി കുടിക്കാതെ നമ്മൾ പോയിരുന്നെങ്കിൽ നമുക്ക് വലിയൊരു നഷ്ടം തന്നെയായിരുന്നു. കാരണം നല്ല ടേസ്റ്റുള്ള കോഫി ആയിരുന്നു കേട്ടോ. കാരണം എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. നമ്മൾ എന്നിട്ട് അവരുടെ അടുത്ത് കോഫി പൗഡർ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് സെയിൽ ചെയ്യാൻ പറ്റില്ല, ഇത് നമുക്ക് ഇവിടുന്ന് അങ്ങനെ കുടിക്കാനേ കിട്ടുള്ളൂ, കോഫി പൗഡർ അവർ സെയിൽ ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്തോ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരുന്നു കേട്ടോ. ഇനി ആരെങ്കിലും ജോർജിയ വരുന്നുണ്ടെങ്കിൽ ടെറാബിക്ക എന്ന് പറഞ്ഞ കോഫി എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യണേ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ ഞാനിവിടുത്തെ ക്യാൻഡി അന്ന് വാങ്ങിച്ച ക്യാൻഡി ഉണ്ടല്ലോ, അത് വീണ്ടും ഞാൻ വാങ്ങിച്ചു. അവിടുന്ന് അന്ന് അവർ 5 ലാറിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു 3 ലാറിന്ന് പറഞ്ഞത്. അവിടുത്തേനായിട്ടും കുറവായിരുന്നു കേട്ടോ ഇവിടെ. അത് ചിലപ്പോൾ ഓരോ പ്ലേസിനനുസരിച്ചിട്ടായിരിക്കാം റേറ്റിൻ്റെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കാരണം ഇനിയും ഇതിൻ്റെ ഒരുപാട് വരാനുണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് കഴിഞ്ഞ് നമ്മൾ ചർച്ച് കാണാൻ പോയ വിശേഷങ്ങളും ഇവിടുത്തെ ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.